കാർഷിക വിജ്ഞാന വ്യാപന സംഗമം കിസാൻ ഗോഷ്ഠി സംഘടിപ്പിച്ചു. തൊടുപുഴ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മ പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമമായ കിസാൻ ഗോഷ്ഠി 2026 ജൂലൈ 10 നെടിയശാല സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ചു. കർഷകർക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും വിളപരിപാലന മാർഗങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൊടുപുഴ എംഎൽഎയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളിൽ നിന്നും ഒരു 10-25-30 വർഷം മുൻപ് വരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിലെ പുതുതലമുറ കൃഷിയിലേക്ക് തന്നെ തിരിഞ്ഞ് അല്ലെങ്കിൽ കൃഷി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മാതിരിയുള്ള കാർഷിക കുടുംബങ്ങളിലെല്ലാം യുവജനങ്ങൾ കൂട്ടത്തോടെ നമ്മുടെ സംസ്ഥാനം വിട്ട് പലായനം ചെയ്യുന്ന കാഴ്ച ഏറെ ഉത്കണ്ഠയോടുകൂടിയാണ് നാം എല്ലാവരും അത് നോക്കിക്കാണുന്നത്. ഒരു കാലത്ത് 2, 3, 4 ഏക്കറൊക്കെയുള്ള ഇന്ന് നമ്മൾ ചെറുകിട കൃഷിക്കാരെന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗം ഏറെ നാളുകൾക്കെല്ലാം മുമ്പ് ഈ നാട്ടില് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരെ പെറ്റി ബൂർഷ്വാക്കൾക്കെന്നൊക്കെ വിളിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം 3-4 ഏക്കറൊക്കെയുള്ള കൃഷിക്കാരന് അന്ന് മാന്യമായി ജീവിക്കാനുള്ള വരുമാനം നാട്ടിലെ ഒരു ചെറിയ കൊച്ചു മുതലാളിമാരായിരുന്നു അന്ന് കൃഷിക്കാർ. കുട്ടികളെ പഠിപ്പിക്കുവാൻ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുവാൻ മാന്യമായി സമൂഹം പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത അനൂപ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ.ടി.സി. ജോബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ബിനോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹരിദാസ് കെ.ജി, പുറപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ്, നെടിയശാല സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ, കൃഷി ഓഫീസർ അനഹ കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടിയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കർഷകനായ ഷാജു പോൾ കൊന്നക്കലിന് ജൈവ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തുടർന്ന് കെ കുമരകം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗാദാ ശ്രീകുമാർ നയിച്ച കാർഷിക സെമിനാറിൽ വിദേശ ഫലവർഗ്ഗങ്ങളുടെയും തെങ്ങ് കമുക് എന്നിവയുടെ പരിപാലനം എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. കർഷകരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി. വിവിധ കാർഷിക സ്റ്റാളുകൾ പദ്ധതിയുടെ ആകർഷണമായിരുന്നു. പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കർഷകരും കാർഷിക മേഖലയിലെ പ്രവർത്തകരും പങ്കെടുത്തു. കാർഷിക വിവരങ്ങൾ കർഷകരിലെത്തിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവിന് ഊന്നൽ നൽകി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം വിജ്ഞാനവ്യാപന പരിപാടികൾ ഏറെ സഹായകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചീഫ് വിപ്പ് അഭിപ്രായപ്പെട്ടു. വി.ജി. സാലി ഈശ്വര പ്രാർത്ഥനയും തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യമ്പ ടി.ജി പങ്കെടുത്തവർക്ക് നന്ദിയും അറിയിച്ചു.